ഹലോ ഗൈസ്, വെൽക്കം ടു യുവർ ലൂ. കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഇതൊരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ബെഡിൽ നിന്ന് പൊന്തുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ടാസ്ക്കാണ്. അതിനുശേഷം ആദ്യം ചെയ്യുന്ന കാര്യം ജനവായിൽ തുറന്നിടണം. അവിടെ നിന്നൊരു വെളിച്ചം വന്നാൽ മാത്രമേ എനിക്ക് ഡേ സ്റ്റാർട്ടാവും. അങ്ങനെ കമ്പിളി വിരിച്ചിടും. തീരെ താല്പര്യമില്ല, പക്ഷെ വിരിച്ചിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ അമ്മേൻ്റെ ചീത്ത കേൾക്കേണ്ടതുകൊണ്ട് ഞാൻ പോയി വിരിച്ചിടും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് മാറ്റുക. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാൻ ഞാൻ എൻ്റെ റൂമിലോട്ടാണ് പോകുന്നത്. എൻ്റെ റൂം മുകളിലാണ്, പക്ഷേ ഞാൻ കിടക്കുക താഴെയാണ് കേട്ടോ. ഡ്രസ്സ് മാറ്റി വന്നിട്ടാണ് അടുത്ത പരിപാടി എന്താണ്? ആസ് യൂഷ്വൽ എന്നെ ഒന്ന് എനർജറ്റിക് ആക്കുക. അതിന് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ കാര്യം കണ്ണാടിയുടെ മുമ്പിൽ പോവുക, മുടിയൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം മുടിയൊന്ന് നന്നായി കെട്ടി വെക്കുക. പറ്റുകയാണെങ്കിൽ കുറച്ച് ഡാൻസൊക്കെ കളിക്കുക. അങ്ങനെ ഡേ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ വരും. അപ്പം അത്യാവശ്യം എനർജിയൊക്കെ കിട്ടി. ഇനി അടുത്ത പരിപാടി നമ്മുടെ പ്രഭാത കർത്തവ്യങ്ങൾ. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഡാനീനെ ഓർമ്മ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മുഖം കഴുകുക, പല്ല് തേക്കുക, അതൊക്കെ തന്നെ. ഞാൻ മിനിമലിസ്റ്റിൻ്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പലതരം ഫേസ് വാഷുകൾ, പല ഫോമിങ് ഫേസ് വാഷ്, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്യലുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്. ഇപ്പം ഞാൻ രാവിലെ എണീച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി പാട്ട് പാടും, ഡാൻസ് കളിക്കും, അങ്ങനെ പലതും കളിക്കും. എന്നാൽ മാത്രമേ ഞാൻ ആ ഉറക്കത്തിൽ നിന്നും അയ്യോ സൺഡേയിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന സങ്കടത്തിൽ നിന്ന് മാറും. പിന്നെ ഞാൻ വാതിൽ തുറന്നിടും. എനിക്ക് ഈ ഉള്ളിലോട്ട് ലൈറ്റ് കയറൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് ഇരുടിലിരിക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ മുറ്റത്ത് പോയി കുറച്ച് മുറ്റത്തിൻ്റെ ഹരിതാപം കണ്ട് ഞാൻ മെല്ലെ ഉള്ളിൽ പോയി. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ വെള്ളം കുടിക്കുക. വെള്ളം പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു രാവിലത്തെ ഒരു സ്പെഷ്യൽ സാധനം. ഇത് കുടിക്കുന്ന സമയം ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ചിലപ്പോൾ അപ്പുറത്ത് വിടുന്ന ഇന്ദിരമായനെ കണ്ടാൽ ഇന്ദിരമായനോടും ഉണ്ട്. ഇന്ന് ഇന്ദിരമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ അമ്മയുടെ പൂക്കൾ, ചെടികൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നു. ഈ സമയത്താണ് പിന്നാമ്പുറത്ത് നൊച്ച. നോക്കുമ്പോൾ എൻ്റെ അമ്മ പൂച്ചേനെ ഞെമിണ്ടി കൊല്ലുന്നുണ്ട്. അമ്മ ഭയങ്കര ഒരു പൂച്ച ഫാനാണ്. എൻ്റെ ആദ്യത്തെ പരിപാടി മുറ്റടിക്കലാണ്. ഫുള്ള് കാണിച്ച് വെറുപ്പിക്കേണ്ടെന്ന് കരുതി. അപ്പോൾ ഒരു ചെറിയ ട്രാൻസിഷനാക്കി. പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അമ്മമ്മ ദോശ ഉണ്ടാക്കുന്നു. ദോശയും ചമ്മന്തിയും കൂട്ടി ഒരു പിടുത്തം. വീക്കെൻഡ് ഡേയ്സിൽ മാത്രമേ ഇങ്ങനത്തെ ദോശയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ഓട്സാണ് കഴിക്കുക. പിന്നെ ടി വി ഒന്ന് ഇട്ട് നോക്കും. കുറച്ച് നേരം ടി വിയിൽ എന്തെങ്കിലും കാണും. യൂഷ്വലി ഫോൺ തന്നെയാണ്. ഇപ്പം പിന്നെ ഒരു രസം, ഏട്ടനും ചേച്ചിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ ക്ലീനിങ് ഡ്യൂട്ടിയിലോട്ട് കയറി മുകളിലത്തെ നിലയും താഴത്തെ നിലയും അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കുക. ഇപ്പോൾ ഒരു റൂമിൻ്റെ പരിപാടി തീർത്തു. ഇതെൻ്റെ റൂമല്ല, ഏട്ടൻ്റെ റൂമാണ്. ഇതാണ് എൻ്റെ റൂം. ഗൈസ് നോക്കൂ, എന്തൊരു വൃത്തികെട്ട റൂം. ഫൈനലി ഞാൻ എൻ്റെ റൂം റെഡിയാക്കിയിരിക്കുകയാണ്. ഞാൻ കിടക്കലൊക്കെ വളരെ കുറവാണ് കേട്ടോ ഈ റൂമിൽ. ഞാൻ കൂടുതലും താഴെയാണ് കിടക്കുക. പിന്നെ ഹോളുണ്ട്. ഇതാ വരുന്നു അമിയാദാസിൻ്റെ ഹോള് ഫുള്ള് നീറ്റാക്കി അടിപൊളി കുട്ടപ്പനാക്കി മാറ്റിയിട്ടുണ്ട്. ഇത്ര കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ ഊപ്പാട് തീർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വലിയ കുപ്പി നിറയെ വെള്ളം നിറച്ച് വെള്ളം നന്നായിട്ട് അങ്ങ് കുടിക്കുമ്പോൾ എന്നെ അങ്ങ് എനർജറ്റിക് ആക്കാൻ ഗൈസ്. ബാക്ക് ടു ദ സെയിം റൂട്ടീൻ. കുറച്ച് ഡാൻസൊക്കെ കളിക്കുക, ചില്ലടിക്കുക. അപ്പോൾ ഞാൻ ഹെന്ന പാക്ക് സെറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കരുതി താഴെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ ഹെന്നേൻ്റെ പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ സുഖമാണല്ലോ. ഇതാണ് എൻ്റെ ഹെന്ന പാക്ക്. അങ്ങനെ ഞാനത് തലയിലിട്ട് എല്ലാം കൂടെ ചാണകം വാരിയിട്ട കോലമായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ താഴത്തെ ക്ലീനിങ്ങിലോട്ട് പോയിട്ടുണ്ട്. അതും ഒരു ട്രാൻസിഷൻ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിമനോഹരമായത് കാണുമ്പോൾ എൻ്റെ എളുപ്പമല്ലേ, പക്ഷേ എൻ്റെ ഊപ്പാട് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസിലൊരു പാക്ക് ഇട്ടു. ഇതൊരു അരിപ്പൊടീൻ്റെ നോർമൽ പാക്ക്, എല്ലാവർക്കും അറിയാലോ. അതും വെച്ച് കുറച്ച് കണ്ണാടിയിൽ നോക്കി സിൽസില കളിച്ച് പിന്നെ നേരെ പോയി കുളിച്ച് കഴിഞ്ഞൊരു വരവുണ്ട്. ഈശ്വരാ, 2 ചെമ്പ് ചോറ് തിന്നാനുള്ള വിശപ്പോട് കൂടിയാണ് വരുന്നത്. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഓടിപ്പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. കാരണം സൺഡേസാണ് ഞാൻ വീട്ടിൽ നിന്ന് ആകെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത്. മര്യാദയ്ക്കിരുന്ന് നല്ല ഫുഡൊക്കെ കഴിക്കുമ്പം എനിക്കൊരു പ്രത്യേക എനർജിയാണ്. ഇന്ന് ഞാൻ പൊട്ടു തൊട്ടു കേട്ടോ, ആഫ്റ്റർ എ ലോങ് ഗ്യാപ്പ്. അപ്പോൾ ഞാൻ പ്ലേറ്റിൽ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ട് കൊലൽ വന്നു. അമ്മനെ ഓടിച്ച് ഡൈനിങ് ടേബിളിലെത്തി. അങ്ങനെ ഞാൻ വീണ്ടും ടേബിളിൽ പോയി ഫുഡ് കഴിക്കുകയാണ്. ചോറ്, കറി, മീൻ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് അമ്മയുടെ ഫോൺ കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ ആ ഫോൺ കുറച്ചൊന്ന് നോക്കി. അടുത്തതാണ് എൻ്റെ വീക്കെൻഡ് ഡേയ്സിലെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട്. ഉച്ചയ്ക്കുള്ളൊരു മയക്കം. എൻ്റെ പിള്ളേരെ, ഇതിലും സന്തോഷം തരുന്ന വേറൊരു കാര്യം എനിക്കില്ല. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉറങ്ങി എണീച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മധുരം കഴിക്കാനൊരു പൂതി. ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി വലിയച്ഛൻ്റെ ഷോപ്പിൽ പോയി. അവിടെ കൈ കിട്ടിയ എന്തൊക്കെയോ മധുരത്തിൻ്റെ ഒരു 3-4 സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ചു വന്നു. നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ കളറ്! ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വിളക്ക് കത്തിച്ചു. വിളക്കിൻ്റെ ഒരു ഫോട്ടോ എടുത്തു, പ്രകൃതിയുടെ ഒരു ഫോട്ടോ എടുത്തു. ഇന്ന് ഫുള്ള് ഫോൺ കളിച്ചുകൊണ്ട് മടി പിടിച്ചുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിച്ചു.